ഹലോ, ഐ എം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പി ടിയുടെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെഷനുമായിട്ടാണ് വന്നേക്കുന്നത്. അടുത്തൊരു സ്പീക്കിങ്ങിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. അപ്പോൾ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്നാണ് നമ്മുടെ സ്പീക്കിങ്ങിൽ തന്നെ രണ്ടാമത് വരുന്നത് റീഡ് അലൗഡാണ് ഏറ്റവും ഫസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റീഡ് അലൗഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്ന സ്പീക്കിങ്ങിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും ആൻഡ് ഓൾസോ ലിസണിങ് ടാസ്കിലേക്കും കൂടി നമുക്ക് സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നതുമായിട്ടുള്ള ഒരു സെഷനാണ്. ബേസിക് ആയിട്ടുള്ള മെയിൻ ഒരു സെഷനാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പം അതിനകത്ത് പ്രിപ്പറേഷൻ ടൈം ഒന്നും വരുന്നില്ല. ഇപ്പോൾ റീഡ് അലൗഡ് എടുത്തപ്പോൾ അതിനൊരു 35 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ റിപ്പീറ്റ് സെൻറ്റൻസിനകത്ത് ആ ഒരു പ്രിപ്പ് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ലിസണിങ്ങിലേക്ക് സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നാണ് നമ്മൾ ആ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബോത്ത് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിലേക്ക് നമുക്ക് സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നത്. ആൻഡ് ഓൾസോ സ്പീക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു സെഷൻ കൂടിയാണ് നമ്മളുടെ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റിപ്പീറ്റ് സെൻറ്റൻസ്. അപ്പോൾ ആ ഒരു ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്ന സെൻറ്റൻസിനെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് പലർക്കും പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. കാരണം പ്രിപ്പ് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ പറയുന്നതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നമ്മുടെ മൈൻഡിൽ നിൽക്കും എന്നുള്ളതും ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. പക്ഷേ കുറച്ചൊന്നും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിപ്പീറ്റ് സെൻറ്റൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ പറയുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ ദിസ് ടാസ്ക് യൂസ് ലിസൺ വൺ സെൻറ്റൻസ് ആൻഡ് റിപ്പീറ്റ് എക്സാക്ട്ലി വാട്ട് യു ഹിയർ. അതായത് ഒരു ഓഡിയോ നമ്മൾ കേൾക്കും, ആ ഓഡിയോയിൽ ഒരു സെൻറ്റൻസ് പറയും. മേ ബി അത് ലോങ്ങും ഷോർട്ടും അവൈലബിൾ ആണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവാം. അതായത് ലോങ് ആൻഡ് ഷോർട്ട് അവൈലബിൾ ആണ്. ലോങ് വിച്ച് മീൻസ് കുറച്ചുകൂടി വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 20 above വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു വലിയൊരു സെൻറ്റൻസ് ആയിരിക്കും ആ ഒരു ഓഡിയോയിൽ നമ്മൾ കേൾക്കുന്നുണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷോർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഐ തിങ്ക് ഒരു എന്താ പറയുക 3 to 15 വേർഡ്സ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു സെൻറ്റൻസ് ആയിരിക്കും ഷോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയോയിലേക്ക് കേൾക്കുന്നത് എന്താണോ വാട്ട് യു ഹിയർ ആൻഡ് റിപ്പീറ്റ് എക്സാക്ട്ലി വാട്ട് യു ഹിയർ. എന്താണ് നമ്മൾ ആ ഒരു ഓഡിയോയിൽ എക്സാക്റ്റ് ആയിട്ട് കേൾക്കുന്നത് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു പറയാമെന്നുള്ളതാണ് ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞു റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഇറ്റ്സെൽഫ് അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മൾ ടാസ്ക് ചെയ്യുന്നതെന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ സെൻറ്റൻസ് നമ്മൾ എന്താണോ ആ ഓഡിയോയിൽ കേൾക്കുന്നത്, എക്സാക്ട് ഓഡിയോയിൽ കേൾക്കുന്നത്, മേ ബി ലോങ് ആകാം ഷോർട്ട് ആകാം, അതെന്താണോ കേൾക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓഡിയോ പ്ലേസ് ഓൺലി വൺസ്, അതായത് ആ ഒരു ഓഡിയോ നമുക്ക് ഒറ്റ തവണ മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു തവണ കേട്ട് സഡനായിട്ട് നമ്മൾ ആൻസർ പറയണം. കാരണം പ്രിപ്പ് ടൈം ഇല്ലാത്തത് കൊണ്ട് അതനുസരിച്ച് നമ്മൾ തിരിച്ച് പറയാൻ വേണം. ദെൻ സെൻറ്റൻസ് ലെങ്ത് മേ ബി 3 to 15 വേർഡ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മേ ബി ഷോർട്ട് ലോങ് ഉണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു 3 to 15 വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നൊരു ഓഡിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കേൾക്കുക. ഒരു ലോങ് സെൻറ്റൻസ് ആണ്, അതാണ് 3 to 15 വേർഡ്സ്. നമുക്ക് ലെവൽസ് അവൈലബിൾ ആണല്ലോ, ഈസി ആൻഡ് മീഡിയം ഡിഫിക്കൽട്ട് ലെവൽ അവൈലബിൾ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ 3 to 15 വേർഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന അത്രയും വലുപ്പമുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും ഒരു ഷോർട്ട് ഓഡിയോയിൽ നമ്മൾ കേൾക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലോങ് ഓഡിയോയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 20 above വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന വലിയൊരു സെൻറ്റൻസിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് എന്താണ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ആ ഒരു റിതം ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ആ എക്സാക്റ്റ് ആ ഒരു ഓഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ യു മസ്റ്റ് റിപ്പീറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓഡിയോ എൻഡ്സ്. അതായത് ആ ഓഡിയോ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഐ എം ഓൾറെഡി ടോൾഡ് യു ദാറ്റ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഇല്ലാത്തത് കൊണ്ട് ആ ഓഡിയോ എക്സാക്ട് ഓഡിയോ ലോങ് ആയാലും ഷോർട്ട് ആയാലും ആ എക്സാക്ട് ഓഡിയോ എവിടെ തീരുന്നോ അത് തീർന്നു കഴിഞ്ഞാൽ ഉടനടി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണോ അത് കേട്ടത് അതങ്ങനെ തന്നെ നമ്മൾ പറയാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് നമ്മളുടെ ആ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. ദെൻ ഇനി ടൈം ആൻഡ് അറ്റംപ്റ്റ്സ്.
അതായത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലിസണിങ് ടൈം വരുന്നത് ഓട്ടോമാറ്റിക്, നമ്മളത് വേറെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, അത് നമ്മൾ ഓണാക്കാൻ വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഓഡിയോ എക്സാക്ട് ഓഡിയോ പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. ആൻഡ് ഓൾസോ റെസ്പോണ്ട് ടൈം വിച്ച് മീൻസ് 15 seconds, അതായത് ആ ഒരു റെസ്പോണ്ട് ടൈം വരുന്നത് 15 seconds കൊടുത്തിട്ടുണ്ട്. ബട്ട് ആക്ച്വലി അത് അക്കോർഡിംഗ് ടു ദ ഓഡിയോ ലെങ്ത് അനുസരിച്ചിരിക്കും നമ്മൾ എത്രത്തോളം പറയുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 to 12. ഞാൻ നേരത്തെ ആദ്യത്തിൽ മെൻഷൻ ചെയ്തിരുന്നു, നമ്മളുടെ സ്പീക്കിങ്ങിൽ തന്നെ സ്പീക്കിങ്ങിൽ 7 സെഷൻസ് ഉണ്ടല്ലോ, അതിൽ ആ 7 സെഷനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതും ഈ ഒരു സെഷനിൽ നിന്നാണ്. 10 to 12 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ റീഡ് അലൗഡ് ആയാലും അതിൽ നമുക്ക് 5 or 6 or 7 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുള്ളൂ. റിപ്പീറ്റ് സെൻറ്റൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും. ആൻഡ് ഓൾസോ ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ടും അതനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്താൽ നന്നായിട്ട് സ്കോർ കയറുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ബി കെയർഫുൾ, നന്നായിട്ട് കെയർഫുൾ ചെയ്തിട്ട് വേണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ പറയാൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്കിൽസ് ടെസ്റ്റഡ്. ഇനി ഏതൊക്കെ സ്കില്ലുകളാണ് നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യുന്നതെന്നുള്ളതാണ്. റിപ്പീറ്റ് സെൻറ്റൻസ് ടെസ്റ്റ് 3 important സ്കിൽസ് ടുഗെദർ. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളാണ് ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലിസണിങ് സ്കിൽ, സെക്കൻഡ് വൺ ഈസ് സ്പീക്കിംഗ്, ദെൻ മെമ്മറി സ്കിൽ. അതായത് മെമ്മറി സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ആൻസർ പറയുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മളെ മെമ്മറി പവർ ഉണ്ട് എന്നുള്ളതും അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വേറെ റൈറ്റ് ഡൗൺ ചെയ്യാനൊന്നും ടൈം പ്രത്യേകമായിട്ടുള്ളൊരു സെപ്പറേറ്റ് ടൈമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അത് എത്ര വേർഡ്സ് ആണോ അതിൽ കറക്റ്റായിട്ട് പറയുന്ന ആ ഒരു സീക്വൻസ് അനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ ആ വേർഡ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പറയാനായിട്ടുള്ള ആ ഒരു മെമ്മറി പവറാണ് ആ ഒരു സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ സ്പീക്കിംഗ്, നമ്മൾ എങ്ങനെ അത് കേട്ടിട്ട് അതേപടി തന്നെ എങ്ങനെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുള്ള ആ സ്പീക്കിംഗ് സ്കില്ല്. ആൻഡ് ഓൾസോ ലിസണിങ് ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ലിസണിങ് സ്കില്ലിലേക്ക് കൊണ്ടുപോയി ആ ഓഡിയോ നമ്മൾ ലിസൺ ചെയ്യുന്നതുകൊണ്ടും ആ ലിസണിങ്ങിലേക്കുള്ള സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ 3 സ്കില്ലുകളാണ് ബേസിക്കലി റിപ്പീറ്റ് സെൻറ്റൻസിനകത്ത് നമ്മളെ അനലൈസ് ചെയ്യുന്നത്: ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് മെമ്മറി. ദെൻ സ്കോറിംഗ് ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കോറിംഗ് ക്രൈറ്റീരിയ ആണ്. മാർക്സ് ആർ ഗിവൻ ഫോർ ഏതിനൊക്കെയാണ്? കോണ്ടൻറ്റ്, ഓറൽ ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഞാൻ റീഡ് അലൗഡ് എടുത്ത ആ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, നമുക്ക് മൂന്ന് ക്രൈറ്റീരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് സ്കോറിങ്ങും വരുന്നത്. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് സെൻറ്റൻസ് ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ആ 3 ക്രൈറ്റീരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീക്കിങ്ങിൽ. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് സെൻറ്റൻസിലും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കോണ്ടൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് വേർഡ്സ് റിപ്പീറ്റഡ് മോർ മാർക്സ്. അതായത് ആ ഓഡിയോയിൽ പറയുന്ന അതേ വേർഡ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എക്സാക്ട് വേർഡ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് പറയുമ്പോഴാണ് ആ ഒരു കൂടുതൽ സ്കോർ നമുക്ക് കിട്ടുന്നതാണ് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയാണ്. എത്രത്തോളം ഇപ്പോൾ എത്ര ലോങ് ഓഡിയോ ആയാൽ പോലും ഇപ്പോൾ 9 to 15 അല്ലെങ്കിൽ 3 to 15 വേർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എക്സാക്ട് വേർഡ് അത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ സ്കോർ കിട്ടുക. അതാണ് ഈ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ദെൻ പാർഷ്യൽ സെൻറ്റൻസ്, ഇനി കോണ്ടൻറ്റിൽ തന്നെ ഫുൾ എക്സാക്ട് വേർഡ്സ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഫുൾ മാർക്സ് കിട്ടാം. ദെൻ പാർഷ്യൽ സെൻറ്റൻസ് മീൻസ് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു വലിയ സീക്വൻസിനകത്ത് ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു 4 or 3 വേർഡ്സുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക, ബാക്കി ചിലപ്പോൾ മിഡിൽ പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അത് നമ്മളുടെ മെമ്മറി പവർ അനുസരിച്ചിരിക്കും. നമ്മൾ പറഞ്ഞു മെമ്മറി പവറും കൂടി നമ്മളവിടെ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഇനീഷ്യൽ ഒരു 2, 3, 4 മേ ബി 3 or 5 വേർഡ്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ വന്നപ്പോൾ മിഡിൽ പോർഷൻ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് എൻഡിങ്ങിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സീക്വൻസിൻ്റെ പകുതിയിൽ കുറച്ച് പാർഷ്യലായിട്ട് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ സ്റ്റിൽ ഗെറ്റ്സ് മാർക്ക്. പാർഷ്യലായിട്ട് അതതുപോലെ പാർഷ്യൽ വിച്ച് മീൻസ് പകുതിയായിട്ട് പറഞ്ഞാൽ പോലും എന്താണ് ചിലപ്പോൾ നമുക്ക് സ്കോർ കിട്ടും. ഓക്കെ, അപ്പോൾ കോണ്ടൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാക്ട് വേർഡ്സ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ കൂടുതൽ സ്കോർ നമുക്ക് കിട്ടും. പാർഷ്യൽ സെൻറ്റൻസ് മീൻസ് കുറച്ച് ഇനീഷ്യൽ ഒരു 4 or 5 വേർഡ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ എന്തായാലും കിട്ടും.
ദെൻ റോങ് വേർഡ്സ്, അതായത് നോ മാർക്സ് ഫോർ ദോസ് വേർഡ്സ്. അതായത് ഇപ്പോൾ റോങ് വേർഡ്സ് വിച്ച് മീൻസ് ഗ്രാമർ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിൽ പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ചിലപ്പോൾ ഈസ്, വാഷ് അല്ലെങ്കിൽ പ്ലൂരൽ ഫോമുകളോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഓഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ അതിലല്ലാത്ത ആ ഒരു ഓഡിയോയിൽ എക്സാക്റ്റ് ഓഡിയോയിൽ പറയാത്തതായിട്ടുള്ള വേർഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ റോങ് വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റോങ് വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് കൺസിഡർ ചെയ്യില്ല, സ്കോർ കിട്ടില്ല. പാർഷ്യലായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 3 to 15 വേർഡ്സ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും നമുക്ക് ഉൾക്കൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നല്ല സ്കോർ നമുക്ക് കിട്ടും. എക്സാക്റ്റ് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇനി പാർഷ്യലായിട്ട് അത് 3 to 15 വേർഡ്സ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു 5-4 വേർഡ്സ് അല്ലെങ്കിൽ 5-6 വേർഡ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് കിട്ടും. അതല്ല അതിലില്ലാത്ത ഏതെങ്കിലും വേർഡ്സ്, റോങ് ആയിട്ടുള്ള ഏതെങ്കിലും വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോർ നമുക്ക് കിട്ടില്ല, പോകും. അതാണ് ഈ കോണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്രൈറ്റീരിയ ആണ് ഓറൽ ഫ്ലുവൻസി വിച്ച് മീൻസ് ഫ്ലുവൻസി, സ്മൂത്ത് കണ്ടിന്യൂസ് സ്പീച്ച്, നോ ലോങ് പോസസ്, നോ അൺനെസസറി ബ്രേക്സ്. അതായത് ഇപ്പം ഒരു 3 to 15 വേർഡ്സ്, അതൊരു 15 വേർഡ്സ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓഡിയോ നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക. അത് കേട്ടിട്ട് ചിലപ്പോൾ ഇനീഷ്യൽ ഒരു 5 or 6 വേർഡ്സ് ചിലപ്പോൾ ഇനീഷ്യലി കിട്ടിയിട്ടില്ല, പിന്നത്തെ മിഡിൽ പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നെങ്കിൽ ചിലപ്പോൾ നമ്മളത് പറയുമ്പോൾ നമുക്കൊരു ഒരു പേടി പോലെ വരാം. അതായത് അയ്യോ അടുത്തത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത് വരാം. അപ്പം അങ്ങനെ ആ ഒരു സ്മൂത്ത്നെസ്സും ഫ്ലോവും നമ്മളുടെ കയ്യിൽ നിന്ന് പോകും പേടിച്ചിട്ട്. അപ്പോൾ സ്മൂത്ത് കണ്ടിന്യൂസ് സ്പീച്ച്, അതായത് ഫ്ലുവൻസിക്ക് നമുക്ക് സ്കോർ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് വരാതെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത്. ആൻഡ് നോ ലോങ് പോസസ്, അതായത് ഈ ഒരു വേർഡ് കിട്ടിയില്ല അത് ഏതാണെന്ന് ആലോചിച്ച് നമ്മൾ ഓഡിയോ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഏത് വേർഡായിരുന്നു ഞാൻ കേട്ടത് എന്നുള്ളത് വീണ്ടും നമ്മൾ എന്താ പറയുക റിമെമ്പർ ചെയ്തിരുന്ന് വരുമ്പോൾ അവിടെ പോസസ് കൂടുതലായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഫ്ലുവൻസിയുടെ സ്കോർ കുറയും. പിന്നെ നോ അൺനെസസറി ബ്രേക്സ്, ആവശ്യമില്ലാതെ വെറുതെ ആ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അത് ഓർത്തെടുത്തിട്ടായിരിക്കും അടുത്ത വേർഡ്സ് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലുവൻസിയുടെ സ്കോർ കുറയും. കറക്റ്റായിട്ട് നമുക്ക് ഫ്ലുവൻസിക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്മൂത്ത് കണ്ടിന്യൂസ് സ്പീച്ച്, സ്മൂത്ത് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ വിത്തൗട്ട് ബ്രേക്ക് ആ ഒരു കിട്ടിയേക്കുന്ന വേർഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഫോക്കസ് ഓൺ ഇനീഷ്യൽ ഒരു 6 or 5 വേർഡ്സ് കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു കോണ്ടന്റും ആൻഡ് ഫ്ലുവൻസി ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. ആൻഡ് ഓൾസോ പറയുന്ന വേർഡ്സിന് നന്നായിട്ട് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ തന്നെ പ്രൊനൗൺസിയേഷൻ്റെ സ്കോർ കയറും. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് പ്രൊനൗൺസിയേഷൻ. ക്ലിയർ സൗണ്ട്സ് വിച്ച് മീൻസ് ഈച്ച് ആൻഡ് എവറി വേർഡ് ഷുഡ് ബി ഇൻ എ ക്ലാരിറ്റി. ഓക്കെ, ക്ലിയർ സൗണ്ട്സ്, അണ്ടർസ്റ്റാൻഡബിൾ ആക്സെൻറ്റ്, നാച്ചുറൽ സ്ട്രെസ് ആൻഡ് ഇൻറ്റർനേഷൻ. അതായത് അണ്ടർസ്റ്റാൻഡബിൾ ആക്സെൻറ്റ് വിച്ച് മീൻസ് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ ആക്സെൻ്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. അത് നമ്മൾ റീഡിലോട് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. നമ്മളെങ്ങനെയാണോ നോർമലി ഇംഗ്ലീഷ് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞാൽ മതി, എക്സ്ട്രാ ആക്സെൻ്റ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആയിട്ട് വേർഡ്സ് പറയുന്നത് ക്ലാരിറ്റിയോടുകൂടി പറയാമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊനൗൺസിയേഷൻ്റെ സ്കോർ വരുള്ളൂ. ദെൻ നാച്ചുറൽ സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ, അതായത് സ്ട്രെസ് കൊടുക്കേണ്ട ചില വേർഡുകളുണ്ട്, അതിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ട സ്ട്രെസ്സും ഇൻറ്റോണേഷൻ കൊടുത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു സ്മൂത്ത് ആയിട്ട് ഫ്ലോയിൽ പോകണം. അതാണ് പറയുന്നത് ടു ജസ്റ്റ് ലൈക്ക് ഇമിറ്റേറ്റ് ദ റിതം ഓഫ് ദി ആക്ച്വൽ സ്പീക്കർ. ആക്ച്വൽ സ്പീക്കറിൻ്റെ ആ ഒരു റിതം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ആ ഒരു ഫ്ലുവൻസി കറക്റ്റായിട്ട് കയറും. ആൻഡ് ഓൾസോ പ്രൊനൗൺസിയേഷൻ ഓട്ടോമാറ്റിക്കലി വരും. ദെൻ ഇനി ഗ്രാമർ അക്യുറസി ഈസ് നോട്ട് സ്കോർഡ് ഡയറക്ട്ലി. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഗ്രാമറിൻ്റെ അക്യുറസി ഇവിടെ കറക്റ്റായിട്ട് അവർ പറയുന്നില്ല, നോട്ട് സ്കോർഡ് ഡയറക്ട്ലി. ഡയറക്റ്റായിട്ട് ആ ഒരു ഗ്രാമർ പോർഷൻസ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കറക്റ്റായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ, കോണ്ടന്റ്, ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ഇത് കറക്റ്റായിട്ട് നല്ല രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ we will get a good score in repeat sentence. ഓക്കെ, അപ്പോൾ അത് ഈ 3 ക്രൈറ്റീരിയാസ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. ദെൻ അനദർ വൺ ഈസ് മാർക്കിംഗ് റൂൾ. അതായത് സീക്രട്ട് ആയിട്ടുള്ള ചില ടിപ്സാണ്. അതായത് ഈച്ച് കറക്റ്റ് വേർഡ്സ്, അതായത് ഈച്ച് ആൻഡ് എവറി കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിനും നമുക്ക് സ്കോർ കിട്ടും. മിസ്സിംഗ് വേർഡ്സ് ആണെങ്കിൽ നമുക്ക് നോ മാർക്സ്. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മിസ്സായി പോയ വേർഡ് അല്ലെങ്കിൽ റോങ് വേർഡ്സ്, മിസ്ഡ് വേർഡ്സ്, അതുപോലെ ഗുഡ് വേർഡ്സ്. അതായത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള വേർഡ്സിന് നമുക്ക് ഈച്ച് ആൻഡ് എവറി കറക്റ്റായിട്ട് വന്നേക്കുന്ന വേർഡ്സിന് നമുക്ക് സ്കോർ വരും. മിസ്സിംഗ് വേർഡ്സിന് നോ മാർക്സ്. ദെൻ എക്സ്ട്രാ വേർഡ്സ് ഇഗ്നോർഡ്.
അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മളുടേത് കയ്യിൽ സംഭവം അവിടെ ഇല്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവിടെ ഈസ് ഇല്ല എന്ന് വിചാരിക്കുക. ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈസ് എന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇഗ്നോർ ചെയ്യും, ബട്ട് മേ അഫക്ട് ഫ്ലുവൻസി. അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ എക്സ്ട്രാ വേർഡ്സ് പറഞ്ഞാൽ മേ ബി ഫ്ലുവൻസീനെ എഫക്റ്റ് ചെയ്തു എന്നിരിക്കാം. ചിലപ്പോൾ കറക്റ്റ് ആ പറയുന്ന രീതിയിലുള്ള നമുക്ക് ഡൗട്ട്ഫുൾനെസ് ആയിട്ടായിരിക്കും മേ ബി പറയുണ്ടാവുക അല്ലേ. ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും, എന്താ പറയുക, ഈ വേർഡ് തന്നെയാണോ എക്സാക്ട്ലി നമ്മൾ കേൾക്കാത്തൊരു വേർഡ്സ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കറക്റ്റായിട്ട് കിട്ടാത്തത്. ദെൻ ബെറ്റർ ടു സ്പീക്ക് ലെസ് ബട്ട് കറക്റ്റ് ആൻഡ് ലോങ് ആൻഡ് റോങ്. അതായത് ബെറ്റർ ടു സ്പീക്ക് ലെസ്, കുറച്ച് സംസാരിക്കുക പക്ഷേ കറക്റ്റ് ആൻഡ് ലോങ് ആൻഡ് റോങ്. അതായത് കറക്റ്റ് ആ ഒരു വേയിൽ പറയാം, റോങ് വരുത്താതെ എക്സ്ട്രാ വേർഡ്സ് വരുത്താതെ തന്നെ പറയാം. ഇതൊരു ചെറിയൊരു ടിപ്പാണ് മാർക്കിംഗ് റൂളായിട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് റിപ്പീറ്റ് സെൻസ്. ഇത് റിപ്പീറ്റ് സെൻസിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി നമുക്ക് റിപ്പീറ്റ് സെൻറ്റൻസിന് മാർക്ക് സ്കോർ കയറാനായിട്ട് സഹായിക്കും. സോ ഇതുപോലെയുള്ള വീഡിയോസിന് പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ റിപ്പീറ്റ് സെൻറ്റൻസുമായി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.